പണ്ട് മീനും ഇറച്ചിയും വില കൂടിയിരുന്നപ്പോ സാധാരണക്കാരന് ആശ്രയിക്കാവുന്നത് പച്ചക്കറിയാ. ഇപ്പൊ അതിന്റെ വില കേട്ടാല് അതാണ് ഏറ്റവും അധികം പൊള്ളുന്നേ. നിത്യച്ചെലവ് താങ്ങാൻ പറ്റാത്ത കോലത്തിലായി. എന്ത് ചെയ്യാനാ അച്ഛാ, ജീവിച്ചല്ലേ പറ്റൂ. പിച്ചു, ഇതകത്ത് വെച്ചോ. ഹോ മോളെ, ആ ആ ചായക്കടന്ന് കുറച്ച് പൈസ എന്താടോ രാമൻകുട്ടി? ഞങ്ങള് അച്ഛനെ മോളൊന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? നിങ്ങൾ ഈ പിടിച്ചു പറയുന്നാ തുടങ്ങിയത്? പിടിച്ചു പറയൂ? ഓ, പിടിച്ചു പറയുന്ന അതിന്റെ അർത്ഥം മനസ്സിലായില്ലായിരിക്കും. തന്റെ മോള് ബസ്സിൽ വെച്ച് ഒരു പെണ്ണിന്റെ കഴുത്തിന്ന് മാല വലിച്ചു പൊട്ടിച്ചില്ലേ, അതിന്റെ കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓ അതോ, അതവർക്കൊരു തെറ്റ് പറ്റിയതാ. വെറുതെ മോളെ സ്റ്റേഷൻ വരെ കൊണ്ടുപോയി. കമ്മീഷണർ സാർ വന്നപ്പോ വിടുകയും ചെയ്തല്ലോ. ഇത്രയും കാലം കാർത്തികേയൻ കള്ളനാന്ന് പറഞ്ഞ് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചു. പക്ഷേ കാർത്തികേയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് മോളുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണാവോ അച്ഛന് പറയാനുള്ളത്? അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ നീ വിവരം അറിയും. അല്ല മോളെ, ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങളും ഈ നാട്ടിലുള്ളതാണല്ലോ. ഞങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ? കഴുത്തിന് നേരെ കൈ ഓങ്ങുന്ന നീ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെ പുറത്തേക്ക് വിടുന്നത്? ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ എത്ര കാലമായി നിങ്ങൾക്കറിയാം. ആരുടെയും സ്വത്തും മുതലും ഒന്നും ഞങ്ങൾ മോഹിച്ചിട്ടില്ല. കക്കുന്നത് അറിയുന്നത് വരെ ഇതൊക്കെ പറഞ്ഞു നടക്കാൻ എളുപ്പമാ. കൈയോടെ പിടികൂടി കഴിഞ്ഞാ ഇതൊക്കെ ബുദ്ധിമുട്ടാ. എന്തായാലും ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛനും മക്കളും കൂടി എവിടേക്കെങ്കിലും പോണം. ഇനി അതിന് തയ്യാറല്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ അത് കയ്യാങ്കളിയാവും. നിർത്ത്. ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല. ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇതല്ല നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. വീട് വളഞ്ഞാലോ ഇതങ്ങ് കത്തിച്ചു കളഞ്ഞാലോ എന്നൊക്കെ ഇവരിന്നലെ എന്നോട് ചോദിച്ചതാ. പക്ഷെ അതൊന്നും വേണ്ട. മാനം മര്യാദയ്ക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് കാർത്തികേയനാ തീരുമാനിച്ചത്. എന്താ കാർത്തികേയ താനീ കാണിക്കുന്നത്? കാണിച്ചത് മുഴുവൻ തന്റെ മകളല്ലേടോ. കമ്മീഷണർ സാർ വന്ന് ഇവളെ കേസിൽ നിന്ന് വിട്ടതുകൊണ്ട് ഇവള് പ്രതിയല്ലാതാവൂ. ഇക്കാലത്ത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ വേണ്ടി കാശും കള്ളും പിന്നെ ചില കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ശീലമുണ്ടല്ലോ. ഇതിലേതാ ഇവൾ കൊടുത്തതെന്ന് എനിക്കറിയണം. വൃത്തികേട് പറയരുത്. നിങ്ങളുടെ വീട്ടിലുമില്ലേ ഇതുപോലെ സ്ത്രീകൾ? അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് നിങ്ങൾ അത് കേട്ട് നിൽക്കോ? അത് കേട്ട് നിൽക്കില്ല. കാരണം അവരന്തസ്സോടെ അവരുടെ വീട്ടിൽ ജീവിക്കുന്നവരാ. ഈ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ കുടുംബത്തിൽ നിന്നും ഏതെങ്കിലും ഒരുത്തി മോഷണം നടത്തി അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ മാല പിടിച്ചു പറിക്കാൻ പോയിട്ടുണ്ടോ? പോലീസുകാർ വെറുതെ വിട്ടാലും കേസ് എഴുതി തള്ളിയാലും ഈ നിൽക്കുന്ന നാട്ടുകാരുടെ മുന്നില് നീ കള്ളി തന്നെയാടി. പേരും കള്ളി. ഇത് ഈ ജീവിതം മുഴുവൻ നിനക്ക് ചുമന്ന് നടക്കാനുള്ളതാ. പേരും കള്ളി. ആ കുട്ടി കള്ളിയല്ല. ഏയ്, ഇത് ഈ നാട്ടുകാരുടെ പ്രശ്നമാ. ഇതിലിടപെടാൻ നിങ്ങളാരാ? എന്നെ സാറിന് അറിയില്ലേ? എന്നെ സാറിന് നന്നായിട്ട് അറിയില്ലേ? എന്റെ പേര് റാണി. ഞാൻ പല മോഷണ കേസിലും പ്രതിയാ. അന്ന് ഈ പെൺകുട്ടി സഞ്ചരിച്ച ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അവരുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചത് ഞാനാ. അതാര് പറഞ്ഞിട്ടാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കണേ.
മാല പൊട്ടിക്കാൻ പറഞ്ഞതും അത് ഈ കുട്ടിയുടെ സഞ്ചിയിലിടാൻ പറഞ്ഞതും ഈ നിൽക്കുന്ന കാർത്തികേയൻ സാറാ. എനിക്കതിന്റെ കൂലി അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്താണോ കാർത്തികേയ ഇവര് പറയുന്നതൊക്കെ സത്യമാണോ? അപ്പൊ താനിതുവരെ ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചത് താൻ പറഞ്ഞിട്ടാണെങ്കിലേ ഈ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കേണ്ടത് ഇവരല്ലോ, തന്നെയല്ലേ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ആട്ടിൻ തോലിട്ടായി അവന്റെ വരവന്ന്. എടോ കാർത്തികേയ, ഈ നിൽക്കുന്നവരാരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവരെ ദൈവം കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ നിർത്തിയതാ. നിത്യേന വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭഗവതി ഞങ്ങളെ ചതിക്കില്ലടോ. കാർത്തികേട്ടാ, നിങ്ങൾ ചെയ്ത ഒരു വൃത്തികേട് ചോദ്യം ചെയ്തു എന്നല്ലാതെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഞാൻ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആളുകളുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടി എന്റെയും എന്റെ കുടുംബത്തിന്റെയും തല കുനിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇങ്ങനെ അന്തസ്സില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് എന്തിനാടോ മനുഷ്യ താൻ ജീവിച്ചിരിക്കുന്നേ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചേച്ചിയെ ഉപദേശിക്കാനുള്ള പ്രായവും എനിക്കില്ല. മറ്റുള്ളവരുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്നത് കണ്ടിട്ട് കൈ നീട്ടരുത്. അരപ്പട്ടണി കിടന്ന് മിച്ചം പിടിച്ചാണ് പലരും ഒരു പൊന്നൂല് വാങ്ങിച്ച് കഴുത്തിലിടുന്നത്. നിങ്ങളുടെ കൈതട്ടി അത് പോയാല് അവരുറങ്ങില്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കില്ല. കാരണം അവരിലൊക്കെ അത്രേ ഉള്ളൂ. ഇനി എന്തിനാ ഇവന് വേണ്ടി ഇവിടെ നമ്മൾ നിൽക്കുന്നേ? നാണം കെട്ടവൻ. പാടോ. എന്നാ ശരി മോളെ, ഞങ്ങൾ അങ്ങോട്ട് ശരി ചെല്ലട്ടെ മോളെ. വാ മോളെ.